ഹലോ, അതെ, പ്രസിഡൻസി ക്ലബ്ബ് ഉണ്ടല്ലോ, വിളിക്കാം സാർ. ഫോൺ. ഹലോ. ഹലോ, തനിക്ക് രക്ഷപ്പെടണമെന്നൊരാഗ്രഹവും ഇല്ലേ? ഇതൊരു ശല്യമായല്ലോ. നിങ്ങൾ ആരാ? വെള്ളമടിച്ച മനസ്സമാധാനക്കേട് കൂടത്തേ ഉള്ളൂ. പോലീസ് സ്റ്റേഷൻ, കോടതി, ജയില്, അവസാനം തൂക്കുമരം. കഷ്ടമായിരിക്കും. നിർത്തടാ. ഒരു ഡയറിയുടെ കാര്യം പറഞ്ഞ് കുറെ നേരമായില്ല നീ എന്നിട്ട് കുരങ്ങ് കളിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ചൂടാകാതരോ നായരെ. രാവിലെ തന്നെ താനകത്ത് പോകുന്ന കാണണോ? ഇരിക്കുന്ന ക്ലബിൽ നിന്ന് കയ്യാമം വെച്ച് പബ്ലിക്കായിട്ട് പോലീസുകാർ തൂക്കിക്കൊണ്ട് പോകുന്നത്. നായരെ, ഇറ്റ് വിൽ ബി റിയലി പാത്തറ്റിക്. ഹലോ ഹലോ, കട്ടേ കട്ടേ. ഹലോ, ആരാണിവൻ? നമ്മുടെ എല്ലാ മൂവ്മെന്റ്സും അറിയാലോ. തന്റെ വീട്, ഈ ക്ലബ്ബ്. ഇവൻ ആള് നിസ്സാര കക്ഷിയൊന്നുമല്ല. ആ ശബ്ദം ഇറ്റ് ഈസ് വെരി ഫെമിലിയർ. പക്ഷേ അങ്ങോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ശ്യാമ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ ചന്ദ്രനോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആരാണെന്നറിഞ്ഞാൽ നീ എന്നെ വെറുക്കും. ആരാ മനസ്സിലായില്ല? മേഴ്സിയുടെ ആരെങ്കിലും ആണോ? ഒരേ സമയം ഒന്നിലേറെ പേരെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള അനുഗ്രഹവും അവസരങ്ങൾക്കൊത്ത് അവയെ മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള വരവും ഈശ്വരൻ സ്ത്രീകൾക്ക് തന്നിട്ടുണ്ട്. ഭാര്യയും മക്കളെയും കാണണമെങ്കിൽ ഇങ്ങോട്ട് വരുത്തിച്ച് കണ്ടോണം. യെസ്, അത് മമ്മൂട്ടിയാ. എന്നെ വിളിച്ചത് മമ്മൂട്ടിയാണ്. തനിക്ക് വട്ടാണ്. മമ്മൂട്ടിക്ക് ഇതിലെന്ത് കാര്യം? ആ ഡയറി അയക്ക് എങ്ങനെ കിട്ടും? താൻ പോകുന്ന സ്ഥലങ്ങള്, ഈ ക്ലബ്ബ്, എന്റെ വീട്, ഇതൊക്കെ അയക്ക് എങ്ങനെ അറിയാം? അയാൾ ഈ ക്ലബ്ബിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല അയാളെ ട്രെയിനിലും ഉണ്ടായിരുന്നു. അതിന് എടോ, ഒരേ ശബ്ദമുള്ള ഒരുപാട് പേര് ഈ ലോകത്തുണ്ടാവും. അതുകൊണ്ട് ഇത് മമ്മൂട്ടി ആവണമെന്നില്ല. ഗുഡ് മോർണിംഗ് മിസ്റ്റർ നായർ. എന്താ കാലത്തെ മമ്മൂട്ടിയെ പറ്റിയൊരു ഡിസ്കഷൻ? സിനിമ എടുക്കാൻ വല്ല പരിപാടിയുണ്ടോ? ഹേയ്, ഒരു പടത്തിലെ മമ്മൂട്ടിയുടെ പെർഫോമൻസിനെ പറ്റി ഞങ്ങൾ പറയുകയായിരുന്നു. സാറെന്താ വല്ലാതിരിക്കുന്നത്? പോരാത്തതിന് കാലം കാത്താളത്തിനൊരു മദ്യപാനവും. ഏയ്, ഒന്നുമില്ല. ബിസിനസ് ഒക്കെ അല്ലേ, പ്രോബ്ലംസ് ഒഴിഞ്ഞിട്ട് നേരം കാണില്ല. അല്ല, മിസ്റ്റർ മൂർത്തി ഇതുവരെ പോയില്ലേ? ഇല്ല, എങ്ങും എത്താതെ അങ്ങനെ അങ്ങ് ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റില്ലല്ലോ. 1 മിനിറ്റ്. എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. ദേവിയുടെ അമ്മയെ കണ്ട് കുറച്ച് സംസാരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. വിരോധമൊന്നുമില്ല, പക്ഷേ അവരിപ്പോ ഹോസ്പിറ്റലില്ല. ആ സംഭവത്തിന് ശേഷം ഷീസ് നോട്ട് അറ്റ് ഓൾ നോർമൽ. എന്നെ പോലും തിരിച്ചറിയത്തില്ല. ഒരാഴ്ചക്ക് നോർമൽ ആകുന്ന ഡോക്ടർ പറഞ്ഞത്. ഓക്കെ, അത് മതി. വരട്ടെ. ആ, വക്കീൽ സാർ. ഓക്കേ. ഞാൻ വിചാരിച്ചു വല്ല അറസ്റ്റ് വാറണ്ട് കൊണ്ട് വന്നതാണ് അവന്റെ അമ്മയുടെ ഒരു ക്ലാസ് എടു. ഹലോ, മിസ്റ്റർ നായരല്ലേ? ഞാൻ ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ. പേടിക്കണ്ട, ഡയറി പോലീസിനെ ഏൽപ്പിച്ചിട്ടില്ല. എനിക്ക് നിങ്ങളോട് നേരിട്ടൊന്ന് സംസാരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. നാളെ രാത്രി ബീച്ചിൽ ഒറ്റയ്ക്കാവണം വരുന്നത്. ശരി. വേണമെങ്കിൽ ആ വക്കീലിനെ കൂടെ കൂട്ടിക്കോളൂ. പിന്നെ 10 ഗുണ്ടകളുമായി വന്ന് വിരട്ടി കാര്യം നടത്താമെന്ന് വിചാരിച്ചാൽ സംഗതി കുഴപ്പമാവും. ഓർമ്മയിരിക്കട്ടെ. ടോണി എന്തായി പറയുന്നത്? നാളെ ബീച്ചിൽ കാണാമെന്നോ? അതെ. അതെങ്ങനെ? മദ്രാസിൽ നിൽക്കുന്ന മമ്മൂക്കി നമ്മൾ അങ്ങനെ ഇവിടെ കൊണ്ടുവരും? അത് നാളെ തന്നെ. മമ്മൂട്ടിക്ക് കേരളത്തിൽ തന്നെ ഉണ്ട് ഏതോ പടത്തിന്റെ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന്. ഇന്നത്തെ പത്രത്തിൽ നീ പടവും ന്യൂസ് ഒന്നും കണ്ടില്ലേ? പക്ഷെ ഈ കൊലസ് കാര്യത്തിന് വിളിച്ച അങ്ങേര് വരുമോ? വരുത്തണം. ഓക്കെ ഓക്കെ. ഓക്കെ. ലൈറ്റ്സ് ഓൺ. സ്റ്റാർട്ട് സൗണ്ട്. സ്റ്റാർട്ട് ക്യാമറ. ആക്ഷൻ. എന്തായി മമ്മൂസേ? എന്തോ ടോമി? ഏയ്, ഒന്നുമില്ല. ടേക്ക്. ക്യാപ്റ്റൻ റെഡിയാ സർ? റെഡി. റെഡി സർ. സ്റ്റാർട്ട് ക്യാമറ. ആക്ഷൻ. ഫയർ.
നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടിയത്? എന്റെ ശബ്ദം ഉപയോഗിച്ച് ഛേ. മമ്മൂക്ക, അത് ടോണി, നിങ്ങളുടെ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല. ബട്ട് ഐ നോട്ട് ദ പേഴ്സൺ ടു ഹെൽപ്പ് യു. ഒരു മർഡർ കേസുമായിട്ട് എനിക്ക് ബന്ധമുണ്ടാകുക, നാളെ അത് പത്രങ്ങൾ അറിയും, ജനങ്ങൾ അറിയും. ദാറ്റ് വിൽ അഫക്ട് മൈ കരിയർ ആൻഡ് ഇമേജ്. മമ്മൂക്ക, ഇത് ഞങ്ങളുടെ 4 പേരുടെ ജീവന്റെ പ്രശ്നമാണ്. ഞങ്ങളുടെ നിരപരാധിത്വം അറിഞ്ഞ് സഹായിക്കാൻ ഇന്ന് ഈ ലോകത്ത് വേറെ ആരുമില്ല. ഒരു മൂത്ത ചേട്ടനടുത്തുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ് ഇവരെല്ലാം വേണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ നിങ്ങളുടെ ശബ്ദം ഉപയോഗിച്ചത്, നിങ്ങളുടെ അടുത്ത് സഹായം തേടി വന്നത്. അത് തെറ്റായിപ്പോയെങ്കിൽ സോറി, ഐ എം റിയലി സോറി. ഇവിടെ നമുക്ക് പോവാം. ടോണി, ഞാൻ വരാം. ആരെയും കാണുന്നില്ലല്ലോ. കുറച്ചു നേരം കൂടെ നോക്കാം. പിന്നൊരു കാര്യം, കൊലക്കയറാണ് അവരുടെ കയ്യിരിക്കുന്നത്. ഇതൊരു പക്ഷേ മമ്മൂട്ടി തന്നെയായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ പേരും പറഞ്ഞ് മറ്റേതെങ്കിലും ഗ്രൂപ്പ് ആയിരിക്കാം. ആരായാലും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. വെട്ടൊന്ന് തുണ്ടൻ 2 എന്ന് പറയാൻ തന്നെ പഴയ സ്വഭാവം ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ കാട്ടരുത്. കീപ് സം ഡിപ്ലോമസി. ഗുഡ് ഈവനിങ് മിസ്റ്റർ നായർ. എന്താ ഇപ്പോഴും വിശ്വാസമായില്ലേ? സംശയിക്കണ്ട, മമ്മൂട്ടി തന്നെ. ഞാൻ തന്നെയാണ് ഫോൺ ചെയ്തത്. മിസ്റ്റർ മമ്മൂട്ടി, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഈ കേസിൽ നിങ്ങൾക്ക് എന്താ ഇത്ര താല്പര്യം? വക്കീൽ സാറേ, ഇതൊരു പ്രൊഫഷണൽ ജലസിയൊന്നുമല്ല. ഞാൻ വക്കീൽ പണി ഉപേക്ഷിച്ചിട്ട് കാലം കുറെ ആയി. എനിക്ക് ആവശ്യം കുറച്ച് പണമാണ്. ജസ്റ്റ് സം ഓഫ് ₹20 lakhs. 20 ലക്ഷം രൂപയോ? ഞാനോ? എന്തിന്? 20 ലക്ഷം രൂപ ഒരു വലിയ തുക തന്നെയാണ്. പക്ഷേ നിങ്ങൾ പണം തന്നില്ലെങ്കിൽ ആ ഡയറി ഞാൻ പോലീസിനെ ഏൽപ്പിക്കും. പോലീസിനെ ഏൽപ്പിച്ചാൽ പിന്നെ ഈ വേഷമായിരിക്കില്ല എനിക്ക്. പിടികിട്ടാത്തൊരു കൊലപാതകത്തിന്റെ മർമ്മപ്രധാനമായ ക്ലൂ കണ്ടുപിടിച്ച മമ്മൂട്ടി എന്ന നിലയിലായിരിക്കും ഞാൻ പോലീസിൽ മഹാനാവുന്നത്. ആ ഡയറിയുടെ പേരിൽ RK നായരെ ഞാൻ അകത്താക്കുമെന്ന് മാത്രമല്ല, സെഷൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെ ഞാൻ കേസ് പറയും. സർവ്വ പത്രങ്ങളിലും വരും, മീഡിയ മുഴുവൻ കവർ ചെയ്യും. പിന്നെ RK നായർക്ക് ഒരിക്കലും ഈ RK നായരായിട്ട് തുടർന്ന് ജീവിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ എല്ലാവരുടെയും മാന്യത മുഴുവൻ തൂങ്ങി നിൽക്കുന്നത് എന്റെ കയ്യിലിരിക്കുന്ന ആ ഡയറി. മിസ്റ്റർ മമ്മൂട്ടി, യു ആർ ബ്ലാക്ക്മെയിലിംഗ്. അതെ, ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. ഡയറി പോലീസിന്റെ കയ്യിൽ കിട്ടിയാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ പറ്റി ഞാൻ പറഞ്ഞിക്കേണ്ട കാര്യമില്ലല്ലോ. വക്കീലെല്ലാം പറഞ്ഞു കൊടുത്ത് കാണുമല്ലോ. അപ്പോ എവിടെ വെച്ച്, എപ്പോ, എങ്ങനെയാണ് നമ്മുടെ ഡീലിങ്സ്? ഇവിടെ വെച്ചാണ് തീർക്കാവടാ. താനൊരു മണ്ടനാണല്ലോടോ. ഇമോഷണൽ ആവുമ്പോ ഏത് ബുദ്ധിമാന്മാരും മണ്ടത്തരം കാണിക്കും. എന്നെ വെടിവെച്ചിട്ടിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഡയറി ഭദ്രമായിട്ട് പോലീസിൽ ഏൽപ്പിച്ചിരിക്കും. അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒന്ന് പറഞ്ഞു കൊടുക്കും വക്കീൽ സാറേ. അപ്പൊ ഞാൻ വരട്ടെ. പണം തരാൻ ഏതായാലും നിങ്ങൾക്ക് ഉദ്ദേശമില്ലെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് പിരിയാ. ആ വക്കീൽ സാറേ, കേസൊക്കെ ശരിക്കൊന്ന് പഠിച്ചോളേ. നമുക്ക് കോടതി കാണാം. നിക്കൂ, എനിക്കൊന്ന് ആലോചിക്കണം. ഒരു പുല്ലും ആലോചിക്കാനില്ല. 20 ലക്ഷം രൂപ തരാൻ തയ്യാറുണ്ടോ? ശരി, നാളെ ഓഫീസിലേക്ക് വരൂ. ഓഫീസിൽ വന്ന് കൈക്കൂലി വാങ്ങിക്കാൻ ഞാൻ ആര്? തന്റെ യൂണിയൻ ലീഡറോ? എങ്കിൽ ഞങ്ങൾ നിങ്ങളെ വീട്ടിൽ വരാം. അയ്യോ, അത് പറ്റില്ല. കുഞ്ഞുകുട്ടി പരാധീനമായിട്ട് കഴിയുന്ന ഒരു കുടുംബമാണ് എന്റേത്. അവിടെ ഇങ്ങനെ ഒരു ഇടപാടിന് പറ്റിയതല്ല. ശരി, ഏതായാലും ട്രെയിനിൽ വെച്ച് തുടങ്ങിയല്ലേ. നമ്പർ 20 മദ്രാസ് മെയിൽ, അത് വെച്ച് തന്നെ ആകാം ബാക്കിയും. ഏത് ദിവസം? ഇന്ന് ബുധൻ. ഉം. അപ്പോ അടുത്ത ബുധനാഴ്ച, അതായത് ഡിസംബർ 21. സമ്മതമാണോ? സമ്മതം. നിങ്ങൾ എവിടെ ജോയിൻ ചെയ്യും? പറഞ്ഞ പണം റെഡിയാക്കി വെക്കുക. വണ്ടി മദ്രാസിലെത്തുന്നതിന് മുമ്പ് ഞാൻ എവിടെ നിന്നെങ്കിലും ഡയറിയുമായിട്ട് ജോയിൻ ചെയ്തിരിക്കും. ഓക്കെ?
ഗുഡ് നൈറ്റ്. ആ പിന്നൊരു കാര്യം, ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്ത ശീലം സാറിനുണ്ട്. ട്രെയിനിലും ആവക അഭ്യാസങ്ങൾക്കൊന്നും മുതിരരുത്. തനിയെ വന്നാ മതി. ഈ വക്കീൽ പോലും വേണ്ടെന്നർത്ഥം.